ഹലോ ഗൈസ്, ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് ഇമ്പോർട്ടൻ്റ് അല്ലായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചൈനയിൽ എല്ലാ മുക്കിലും മൂലയിലും ഉപയോഗിക്കാൻ കിട്ടുന്ന സാധനമാണ് ഇത്. ഡസ്റ്റ്ബിൻ വെക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ അതിൻ്റെ പ്ലേസ്മെൻറ്റ് അത് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. ഈ വേസ്റ്റ് കളയണമെന്ന് ആലോചിച്ചാൽ മതി, തൊട്ടപ്പുറം ഒരു വേസ്റ്റ് ബിൻ കണ്ടിട്ടു. അതിപ്പോൾ സിറ്റി ആയാലും ശരി, അതോ ഏതെങ്കിലും കുന്നിലായാലും ശരി, വേസ്റ്റ് ബിൻ എന്തായാലും ഉണ്ടാവും. ഒരു 10-30 വർഷം മുമ്പ് ചൈനയിൽ എവിടെയും ഡസ്റ്റ്ബിൻ ഉണ്ടായില്ല. നാടും മലയും എല്ലാം വൃത്തികേടായി കിടക്കാറുന്നു. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഗവൺമെൻറ് കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവാണിത്. വേസ്റ്റ് കൂമ്പാരങ്ങൾ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലായിടത്തും ഇത് വെച്ചെടുത്തു. നടക്കുന്നത് വെച്ചാൽ ചൈനയിലാണ്. ഈ ചൈനയിൽ എന്താണ് 20-30 വർഷം മുന്നേ നമ്മളെ നാടുകളൊക്കെ തന്നെയായിരുന്നു വലിച്ചെറിയുക, മറ്റവിടെ കണ്ടന്റെ പറമ്പിൽ വലിച്ചെറിയുക, അവിടെ വലിച്ചെറിയുക, ഇവിടെ വലിച്ചെറിയുക, ഫുള്ള് വേസ്റ്റ് എന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അവർ 20-30 വർഷത്തെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നടപ്പിലാക്കിയ പല പദ്ധതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പല കാര്യങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലും അവിടെ ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ ഉറപ്പായിട്ടും ചെയ്യും. നമ്മളെ കേരളത്തിൽ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ല? അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണ് നല്ല ഓരോ വീടുകളിലും അല്ലെങ്കിൽ എന്താണ് വേസ്റ്റ് ബിന്ന് വയ്ക്കുക. നിങ്ങൾ ഒരുപാട് വിദേശത്തുള്ള ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്, അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ചൈനയിൽ തന്നെ ഉദാഹരണത്തിന് കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ഡ്രം വെക്കുന്നതും, ഇവിടെയൊക്കെ ഡ്രം വെക്കുന്ന ഒരു വീട്ടിലേക്ക് ഡ്രം വെക്കുന്നത്. കാരണം ഒരു വീട്ടിൽ ഒരു ഡ്രം വെക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവർ ഈ പറയുന്ന വേസ്റ്റ് ആ ഡ്രമ്മിനകത്ത് ഇടത്തുള്ളൂ. നിങ്ങളൊരു വണ്ടി വരുമ്പോൾ എന്താണ് വേസ്റ്റിന് എടുക്കുക, തിരിച്ചതുപോലെ ഡ്രമ്മൊക്കെ ആലേക്ക് വെച്ചാൽ ആ വേസ്റ്റ് എന്ത് ചെയ്യും, അതിനകത്ത് തന്നെ ഇടത്തുള്ളൂ, പുറത്ത് ആരും ഇടത്തില്ല. അഥവാ പുറത്തിടുന്ന ആൾക്കാർ എന്ത് ചെയ്യും, വഴി പോകുന്ന ആൾക്കാരും അത് മാത്രമേ ഇടുള്ളൂ. അപ്പോൾ അത്ര വളരെ കുറവായിരിക്കും. ആ സമയത്തുള്ള ക്ലീൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടെയുള്ള ആ വീട്ടിലുള്ള ഡ്രം ഉണ്ടല്ലോ അതിനകത്ത് ഇനി ഇടുക. മനസ്സിലായി? അപ്പോൾ വീടിന്റെ പരിസരം എന്ത് വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അത്യാവശ്യം വേസ്റ്റ് ബിൻ എന്നുള്ള സാധനമുണ്ട്, അത് സ്ഥാപിക്കുക. പബ്ലിക്കായിട്ടായിരുന്നാലും എന്താണ് നമ്മൾ ബസ് സ്റ്റോപ്പിന്റെ അടുത്തായിരുന്നാലും പല ബസ് സ്റ്റോപ്പിന്റെ ഇടയ്ക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ആയിരുന്നാലും നമ്മളെ വീട്ടിൽ ഒരു വീട്ടിൽ ഒരു ഡ്രമ്മ് എന്താണ് വേസ്റ്റ് ബിന്ന് നമ്മൾ സ്ഥാപിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എങ്കിൽ മാത്രമേ നമ്മുടെ നാടും പരിസരവും ഒക്കെ വൃത്തിയായിരിക്കത്തുള്ളൂ. ഈ ഡ്രമ്മ് വെച്ചാൽ മാത്രമേ നമ്മളെ കുട്ടികളായിരുന്നാലും വരും തലമുറകളായിരുന്നാലും അവർ വേസ്റ്റ് ബിന്നിൽ മാത്രമേ അവർ കച്ചറ ഇടത്തുള്ളൂ. അല്ലെങ്കിൽ അവർ വലിച്ചെറിയും. കാരണം അവർ പഠിച്ചത് അങ്ങനെയാണ്, തലമുറകളോളം പഠിച്ചത് അങ്ങനെയാണ്. ഈ വേസ്റ്റ് എന്ത് ചെയ്യും, അവർ വേസ്റ്റ് ബിന്നുണ്ടായിരുന്ന അവർ വലിച്ചെറിയേണ്ട കാര്യം വെച്ചാൽ അവർ പഠിച്ചിട്ടില്ല അങ്ങനെ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഗവൺമെന്റ് തന്നെ എന്താണ് അതിനുള്ള പദ്ധതികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമോ. ഇത് പെട്ടെന്ന് നടക്കണമെന്നല്ല, നമ്മുടെ 10-20 വർഷമൊക്കെ എടുക്കും. ഈ പറയുന്ന ആൾക്ക് ചൈനയ്ക്ക് തന്നെ 10-20 വർഷം, നമുക്കും 10-20 വർഷത്തിൽ കൂടുതൽ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു ഇനിഷ്യേറ്റീവ് തുടങ്ങി വെക്കുക. തീർച്ചയായിട്ടും വിഴിഞ്ഞം പദ്ധതിയൊക്കെ ഒരുപാട് കാലങ്ങളൊക്കെ പോകാൻ നമുക്ക് ഒരുപാട് സക്സസിലേക്ക് എത്തിയില്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ നാട്ടിലുള്ള വേസ്റ്റ് മാനേജ്മെന്റും ഒക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല വൃത്തിയും നല്ല ടൂറിസങ്ങൾ ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ തന്നെ പല തരത്തിലേക്കുള്ള രീതികളൊക്കെ മാറും. പൊതു ഇടങ്ങളിൽ വേസ്റ്റ് കാണാൻ പറ്റാത്തൊരു സ്ഥിതിയാവും. നമ്മുടെ പുഴകളിലേക്കും വേസ്റ്റുകളൊക്കെ വലിച്ചെറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മാറും. കാരണം നമുക്ക് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഈ വേസ്റ്റ് എന്തുകൊണ്ടാണ് റോഡിൽ വരുന്നത്, എന്തുകൊണ്ടാണ് ഈ പുഴകളിലേക്കും ഓടകളിലേക്കും ഈ വേസ്റ്റ് പോകുന്നത്? കാരണം അവർക്കത് ഇടാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കാത്തതുകൊണ്ട്. ഗവൺമെന്റ് ആണ് ഈ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മുടെ ജനങ്ങൾക്ക് ഈ പറയുന്ന വേസ്റ്റ് മാനേജ്മെന്റ് ഇട്ട് മാക്സിമം ഓരോ ഘട്ടമായിട്ട് നടപ്പിലാക്കി കൊണ്ടുവരാനാണ് പറയുന്നത്. നമ്മുടെ ഒരുപാട് വൈകിപ്പോയി. മനസ്സിലായില്ലേ? നമ്മുടെ സിസ്റ്റം എത്രത്തോളം ഇതാണെന്ന് ചോദിച്ചാൽ ഫെയിലിയർ ആണെന്ന് തന്നെ പറയും. കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെയാണ് നമ്മളെ റോഡിന്റെ പരിസരത്തും അവിടെയും ഇവിടെയും കണ്ടോന്റെ പറമ്പിലും ആറ്റിലും തോട്ടിലും ഒക്കെ ഈ സംഭവമൊക്കെ വലിച്ചെറിയുന്നെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിന്റെ പോസിറ്റീവ്, ഞാൻ പറയുന്നതിന്റെ പോസിറ്റീവ് വശം എടുത്തിട്ട് ഇതിന്റെ മാക്സിമം മാക്സിമം നമ്മുടെ നാട്ടിന് എന്താ പറയാ, ഒരു വിദേശി വന്ന് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു വൃത്തിയില്ല, അല്ലെങ്കിൽ എന്താണ് ഫുൾ കച്ചറ വേസ്റ്റ് ആണ്, പുഴകളും എല്ലാം മലിനായി കിടക്കുന്ന ബീച്ചിന്റെ പരിസരങ്ങളൊക്കെ കിടക്കുമ്പോൾ എന്ത് ചെയ്യും, എന്താ കാണുന്നത്? അപ്പൊ നമ്മളെ കുറിച്ച് എന്താ ധരിക്കുന്നത്? നമുക്ക് നമ്മുടെ വീടിന്റെ പരിസരം മാത്രം വൃത്തിയായാൽ മതിയോ? നമുക്ക് നാട് വൃത്തിയാവുന്നുണ്ട്. നാട് വൃത്തിയാവണം നമ്മുടെ ഗവൺമെന്റ് തന്നെ വിചാരിക്കണം. നമ്മൾ ജനങ്ങളെ മാത്രം അവർ റോഡിന്റെ പരിസരത്ത് മാത്രം എറിയണമെന്ന് കുറ്റം പറയുന്ന കാര്യമില്ല. ഗവൺമെന്റ് തന്നെ ഇതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുക. ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള പല സ്ഥലങ്ങളിലും വെള്ളമൊക്കെ നമ്മൾ വീണ്ടും ഉപയോഗിക്കേണ്ടി വരും. മഴ പെയ്യുകയും നമ്മളെ വെള്ളത്തിലും ഈ പറയുന്ന കരയിലും കിടക്കുന്ന സംഭവം മഴയൊക്കെ പെയ്ത് പല പകർച്ചവ്യാധികളും കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ കുറയും. നമ്മൾ ഇത്രയും ഒരു കാര്യം ചെയ്യുന്നതോടെ തന്നെ നമ്മുടെ പകർച്ചവ്യാധികളും പല രോഗങ്ങളും ഒക്കെ നമ്മൾ കുറയാൻ സാധ്യത ഉണ്ട്. കാരണം മനസ്സിലായി, നമ്മുടെ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറെ പകർച്ചവ്യാധികൾ, എലിപ്പനികൾ, ആ പനി ഈ പനി എന്ന് വേണ്ട സർവ്വതും മനസ്സിലായില്ലേ, നമുക്കറിയാം വേസ്റ്റിൽ നിന്നും ഈ പറയുന്ന കൂടുതലും മനസ്സിലായി മലിനമായിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് പല അസുഖങ്ങൾ നമുക്ക് പകരുന്ന പല പനികളും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്. അപ്പൊ ഇതുപോലത്തെ ഒരു കാര്യം മെയിനായിട്ട്, കാരണം നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നാട് രക്ഷപ്പെടും, എല്ലാം രക്ഷപ്പെടും എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി, സിംഗപ്പൂർ തന്നെ നമുക്ക് ആക്കി എടുക്കണം. കാരണം നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല ചെറുപ്പക്കാരുണ്ട്. മനസ്സിലായില്ല, അവർക്ക് പ്രതീക്ഷ കൊടുക്കുക. നമ്മൾ
എന്ന് മാത്രമേ എനിക്ക് അതിൽ പറയാൻ പറ്റത്തുള്ളൂ. താങ്ക് യു സോ മച്ച്. ലവ് യു ഗൈസ്.